ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മാല ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഇന്നലെ വേറൊരു മാല ഉണ്ടാക്കിയിരുന്നു. റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വേറെ ഷേപ്പാണ്. അതുപോലെ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ താഴേക്ക് മാത്രം ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഒരു കർവ് പോലെ വരച്ചു കൊടുത്തിട്ട് അങ്ങനെ വെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. അങ്ങനെ വെട്ടി ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സ്ക്വയർ ടൈപ്പ് കുന്തൻ സ്റ്റോണാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നോർമലായിട്ടുള്ള പശ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇത് ക്യാൻവാസിൻ്റെ ക്ലോത്താണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാൻവാസിൻ്റെ ക്ലോത്താണ്, നോർമൽ പശയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉപയോഗിച്ചിട്ടുള്ളത് 3 തരം കുന്തൻ സ്റ്റോണാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്ക്വയർ ടൈപ്പും ഓവൽ ഷേപ്പും ഐ ഷേപ്പുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കുന്തൻ സ്റ്റോണുകളിലൊക്കെ തന്നെ നമുക്ക് കളറായിട്ടുള്ള കുന്തൻ സ്റ്റോണുകളും കിട്ടും. ഏത് കളറിലും കിട്ടും. അങ്ങനത്തെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഡ്രസ്സിനൊക്കെ അനുസരിച്ച് മാച്ചായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ട് ഇടാൻ പറ്റും അങ്ങനെയാണെങ്കിൽ. പിന്നെ ഇതിന് ഉപയോഗിച്ചിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഐപ്പിന്നുമാണ്. വേറെ ഒന്നെന്ന് വെച്ചാൽ മാലേൻ്റെയൊക്കെ ബാക്കിൽ നീട്ടം കൂടാനും കുറക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ത്രെഡും കൂടി ഉണ്ട് ഇതിന്. അത് നമുക്ക് വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പുറത്തുനിന്ന് ഇതുപോലെയുള്ള കുന്തൻ സ്റ്റോണിൻ്റെ മാലകൾക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് തന്നെ കൊടുക്കേണ്ടി വരും. അതിപ്പോൾ മീഷോയിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ആണെങ്കിലും നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. അതിന് പകരം നമ്മൾ ഇതുപോലുള്ള മെറ്റീരിയൽസ് വാങ്ങിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. കുറച്ചധികം മെറ്റീരിയൽസ് വാങ്ങി വെച്ചാൽ നമുക്ക് 2 എണ്ണം 3 എണ്ണം 4 എണ്ണം എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതൊക്കെ നമ്മളെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്ന് വെച്ചാൽ OHP ഷീറ്റിലാണ് ഇത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ പശ ഉപയോഗിക്കരുത്. നമ്മൾ B7000 6000 അതൊക്കെ പശയാണ് ഉപയോഗിക്കുന്നതാണ് നല്ലത് OHP ഷീറ്റിലാണെങ്കിൽ. കാരണം ഈ പശ ആകുമ്പോൾ ഒട്ടി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. OHP ഷീറ്റിൽ നോർമലായിട്ട് ഈ പശയാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇളകി പോരാൻ സാധ്യത ഉണ്ട്. പെട്ടെന്ന് ഒട്ടി പിടിക്കില്ല. അതിന് പകരം B7000 6000 അതൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. കുന്തൻ സ്റ്റോണിൻ്റെ ലിങ്കുകൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കാം. ലിങ്ക് വരില്ല. അപ്പം ഞാൻ അതിൻ്റെ നമ്പേഴ്സ് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ കൊടുക്കാം. കുന്തൻ സ്റ്റോണെന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്കതിൽ വരും. പിന്നെ നമ്മൾ ഒന്നും കൂടി നോക്കിയിട്ട് വാങ്ങിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ റിവ്യൂസൊക്കെ നോക്കിയിട്ട് തന്നെ നമ്മൾ വാങ്ങിക്കുക. പിന്നെ ഷോപ്പിൽ പോയിട്ട് റേറ്റ് കുറവാണോ കൂടുതലാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം മീഷോന്നൊക്കെ വാങ്ങിക്കാൻ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഷോപ്പിലാണ് റേറ്റ് കുറവെന്നുണ്ടെങ്കിൽ ഞാൻ ഷോപ്പിൽ നിന്നാണ് അധികം വാങ്ങിക്കാറ്. ഞാൻ പിന്നെ ചെന്നൈ പോയപ്പോൾ കുറച്ചധികം മെറ്റീരിയൽസൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. കുന്തൻ സ്റ്റോണുകളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഏകദേശം മാലേൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. ഇതിലൊരു ഗ്രീൻ മുത്തും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ വെക്കാം, വേണ്ടെങ്കിൽ നമുക്ക് വെക്കണ്ട. അത് നമ്മളെ ഇഷ്ടമാണ്. അങ്ങനെ മുത്തില്ലാതെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ അതുപോലെ ഉപയോഗിക്കുകയും ചെയ്യാം. അതല്ല ഈ മുത്ത് ഉപയോഗിച്ചിട്ടാണ് ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതൊക്കെ നമ്മളെ ഇഷ്ടമാണ്. പിന്നെ ഈ ഗ്രീന് മുത്ത് തന്നെ വേണമെന്നില്ല. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് മുത്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള മുത്തുണ്ടാവും, റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ള മുത്തുണ്ടാവും. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതുപോലെ ഇങ്ങനെ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഐപ്പിന് നമുക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് ഒട്ടി പിടിച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക. ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നല്ല ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വെച്ചതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നാൽ നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ കട്ട് ചെയ്യാൻ പറ്റും. കാരണം നല്ല ഒട്ടി പിടിച്ചിട്ട് ഇതാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനും പറ്റും. ഇതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ടൂൾസൊക്കെ മീഷോന്ന് തന്നെ വാങ്ങിക്കാൻ കിട്ടും. കടയിൽ വാങ്ങിക്കുന്നതിനെക്കാട്ടിലും റേറ്റ് ടൂൾസിന് കുറവ് മീഷോയിൽ തന്നെയാണ്. കാരണം കടയിൽ ഞാൻ ചോദിച്ചപ്പോൾ ഒരു സാധനത്തിന് തന്നെ 150 രൂപയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് മീഷോയിൽ തന്നെ ഒരു 5-6 സാധനത്തിന് 250 രൂപയ്ക്കേ വരുന്നുള്ളൂ. അപ്പോൾ ടൂൾസൊക്കെ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും നല്ലത് മീഷോന്ന് വാങ്ങിക്കുന്നത് തന്നെയാണ്. ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ റേറ്റ് കുറവുണ്ടാവും. ഇവിടെ ഷോപ്പിലാണ് റേറ്റ് കൂടുതൽ, മീഷോയിൽ റേറ്റ് കുറവാണ് ഉള്ളത്. സിമ്പിളായിട്ട് തന്നെ ഇങ്ങനത്തെ മാലകളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.